ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഫോളോ ചെയ്യുക. ഫഹീം 2027 യാത്ര, കൽപ്പറ്റ യാത്രയിൽ 2ാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഭയങ്കര ക്ലൈമറ്റാണ്. ഒരുപാട് ഇവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കണ റൂമിൻ്റെ അടുത്തേക്ക് റൂമൊന്ന് കാണിക്കാം. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. അപ്പോൾ അവിടെയാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞാൻ പുറത്തിറങ്ങി. പോകാനുള്ളത് കൊണ്ട് തന്നെ സാധനങ്ങൾ എടുക്കുന്ന തിരക്കാണ്. ഓരോ സാധനങ്ങൾ, അതായത് സ്റ്റൂള്, പിന്നെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഫുഡൊക്കെ വെക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും കുറ്റി എല്ലാം ഉണ്ട്. നമ്മൾ ഇതൊക്കെ ഇനി കൊണ്ടുവെക്കാനുള്ള കുറച്ച് തിരക്കിൽ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഈ സാധനം നമ്മൾ ഇരിക്കണ സ്റ്റൂളാണ്. വേറെ 2 സാധനം കൂടി ഉണ്ട്. നമ്മുടെ പച്ചക്കറി ആണ്. പിന്നെ സ്റ്റൂള് വീണ്ടും നമ്മൾ കാർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവിടേക്ക് പോകുകയാണ്. അപ്പോൾ ഗായ്സ് ഗുഡ് മോർണിംഗ്. പിന്നെ ഇതുവരെ നമ്മളെ ചാനലോ വീഡിയോസൊന്നും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്ര വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി അപ്ലോഡിങ് ആണ്. ക്യാമറ ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പം മറക്കാതെ നമ്മൾ ചാനലൊക്കെ ഒന്ന് കയറി എല്ലാവരും എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. പിന്നെ നിങ്ങൾ കൂടെ പിടിച്ച എന്താ പറയുക ചങ്ങായിമാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയറും ചെയ്യുക. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ സമയം ഒരു 7 മണിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താമസിച്ച റൂമിൻ്റെ ഒരു സൈഡിൽ ഒരു കപ്പൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ മുമ്പിൽ അപ്പോൾ ഞാൻ നിൽക്കുന്നത്. കപ്പൊക്കെ കുഴിച്ചിട്ടൊരു സ്ഥലം കാണാൻ സാധിക്കും. അതിൻ്റെ സൂര്യനുണ്ട്. സൂര്യനൊക്കെ അവിടെ അങ്ങനെ റെഡി. പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ കുറച്ച് ടീം കുളിച്ച് റെഡി ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ വരട്ടെ കേട്ടോ. ബാക്കി വീഡിയോ എന്തായാലും കാണാൻ പറ്റും. കേട്ടോ അടിയില്ല. ഹലോ, നമ്മുടെ ഫുഡ് വെക്കുന്ന ഒരു വിധം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറയാം. ഇപ്പോൾ ഫുഡ് വെക്കാൻ പോകുന്നുള്ളൊരു സ്റ്റൗവിനെ കുറിച്ചാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. തുറക്ക്. ഇതിങ്ങനെ കാണുമ്പോൾ വെറുതെ പെട്ടിയാണ്. ഈ പെട്ടി നമ്മുടെ മുമ്പ് പട്ടണക്കാർ ഉപയോഗിക്കുന്ന ഒരു പെട്ടിയാണ്. ഈ പെട്ടിയെ നമ്മളൊരു പോർട്ടബിൾ കിച്ചണാക്കി മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് എവിടെ ഉപയോഗിക്കാം, ഏത് വാഹനത്തിലും വെച്ചിട്ട് കൈകാര്യം ചെയ്യാവുന്ന സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് കാണാനുള്ളത് ഇതാ. ഇതിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കട്ടിംഗ് ടേബിളായി. ഇവിടെ നമ്മൾ വാഷ് ഏരിയ. ഇത് മറ്റൊരു കട്ടിംഗ് ടേബിളാണ്.
2 ഫർണസുള്ള ഒരു സ്റ്റൗവാണ് ഇതിനകത്തുള്ളത്. നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഉള്ളത് ഈ ബ്രോയറാണ്. ഈ ബ്രോയറിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ കഴിയും. ഇത്തരത്തിൽ വളരെ ലളിതമായ രൂപത്തിൽ ഒരു സംവിധാനം. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് മടക്കി വെച്ച് ഇതും മടക്കി വെച്ച് ഈ ഷീറ്റ് ഇവിടെയും വെച്ചാൽ ഇടാവുന്നതാണ്. കഴിഞ്ഞു. സ്റ്റോപ്പ്. പെട്ടി ഇതിൻ്റെ മുമ്പ് പോകണം. ഇനി ശബ്ദം കൊടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ് ഇപ്പോൾ. മടക്കി പീസ് കാലി എടാ ഇത് മുന്നിൽ വെച്ചാ സിലിണ്ടർ എടുത്തത്. ഇനിയിപ്പോൾ അതൊക്കെ എന്താ ചെയ്ത് വീഡിയോ എടുക്കണേ. എനിക്ക് പ്രശ്നം ഇത് വെള്ളം കുപ്പി വെച്ചു. വെള്ളം അതാണ് വെള്ളം എടുത്തു നോക്കട്ടെ. ഇത് പെട്ടി ഇതിൻ്റെ മുമ്പ് പോകണം. ഇനി ശബ്ദം കൊടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ് ഇപ്പോൾ. മടക്കി പീസ് കാലി എടാ ഇത് മുന്നിൽ വെച്ചാ സിലിണ്ടർ എടുത്തത്. ഇനിയിപ്പോൾ അതൊക്കെ എന്താ ചെയ്ത് വീഡിയോ എടുക്കണേ. എനിക്ക് പ്രശ്നം ഇത് വെള്ളം കുപ്പി വെച്ചു. വെള്ളം അതാണ് വെള്ളം എടുത്തു നോക്കട്ടെ. ഇത് ആയി ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ശർക്കർപൂർ എന്ന് പറയുന്ന കർണാടകയിലെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് ബാക്കി എന്തായാലും വിഷ്വൽസ് എന്തായാലും അയച്ചുതരാം. അപ്പോൾ നമ്മൾ കർണാടകയിലെ തൃശ്ശൂർ സർക്കസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് എന്തായാലും ബാക്കി വിഷ്വൽസ് എന്തായാലും അറിയിക്കാം. അപ്പോൾ ഞാൻ കാറിലേക്ക് കയറാൻ പോവുകയാണ്. വണ്ടി ഇപ്പം ഇവിടെ നമുക്കൊരു അപ്പം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഒരു 100-150 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം വണ്ടിയിലേക്ക് കയറി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പം ഞാൻ വണ്ടിയിലേക്ക് കയറുകയാണ്. വണ്ടി താക്കോല് കൊടുത്തു. സൈഡിൽ വെച്ചാൽ എടുക്കാൻ എളുപ്പമാണ്. ഇത് ഞാൻ ഇവിടെ വെക്കാൻ പോവുകയാണ്. ഇവിടെ തോർത്തുണ്ടല്ലോ വേസ്റ്റ് അതവിടെ വെക്ക് തൽക്കാലം. അങ്ങനെ വണ്ടിയിലേക്ക് കയറി. ഹലോ, ഇപ്പോൾ 67 കിലോമീറ്റർ ഇനി നമുക്കുണ്ട്. ടിപ്പുവിൻ്റെ ഒരു കോട്ട കർണാടകയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഒരു ഇത് കാണാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വലിയ തിരക്കൊന്നുമില്ല. അതെ, 2 വാഹനമാണ് ഞങ്ങളിപ്പോൾ പോകുന്നുണ്ട്. റോഡിലേക്ക് തിരിഞ്ഞിട്ടുള്ളൂ. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് എന്തായാലും പറയാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ കോടയാണ് കാണുന്നത്. കുറച്ചാണ് എത്തിയപ്പോൾ കോട കാണാൻ പറ്റുന്നുണ്ട്. കോട ഉണ്ട്, വലിയൊരു കോട ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പമ്പക്കും
ഒരു 4 ഇഡ്ഡലിയും പിന്നെ ഒരു ചായയും കുടിച്ചുകൊണ്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്തായാലും ബാക്കി വിഷയം പറയാം. എന്താ പറയുക, ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പിന്നെ അടുത്ത സ്ഥലം കർണാടക കുറച്ച് ദൂരമാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 60 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വിഷയം പറയാം. അപ്പോൾ നമ്മളിത് അവിടെ ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വിഷ്വൽസ് എന്തായാലും കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നൊക്കെ ഉള്ളൂ, ബാക്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഫോർട്ടിലെത്തിയിട്ട് ബാക്കി കുറച്ച് വിഷ്വൽസ്. അപ്പോൾ ഇതാ നമ്മളിത് ആ ഫോർട്ട് കുറച്ച് മുകളിലാണ് കയറിപ്പോണം. വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ച് ആൾക്കാർ, ഞങ്ങൾ ആകെ 2 വണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് 2 വണ്ടി തന്നെ കാണാൻ പറ്റുള്ളൂ. KL71 പിന്നെ ബാക്കിയൊക്കെ കർണാടക വാഹനങ്ങളാണ് കാണാൻ സാധിക്കുക. അപ്പം കുറച്ചും കൂടി നടക്കാൻ ശരിയുണ്ട്. വാഹനം പാർക്ക് ചെയ്തതിന് കുറച്ച് സ്ഥലത്താണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മേലെ കയറണം. ഫോർട്ട് കാണണമെങ്കിൽ മേളിൽ പോകണം. വെയിലായതുകൊണ്ട് തന്നെ എനിക്ക് കുഴക്കും ക്ഷീണങ്ങളൊക്കെ വരുന്നുണ്ട്. മേലെ കയറി എത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിൽ തന്നെ ആവും. അപ്പോൾ അതൊരു വാഹനം ഇവിടെ കർണാടക വാഹനം നമ്മളെ മുമ്പിലുണ്ട്. കുറച്ച് കുട്ടികളിവിടെ അവരെന്തൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മേലേക്ക് ഇങ്ങനെ പോവാണ്. ബാക്കി എന്തായാലും പറയാം. ഇവിടെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുമെന്ന് കരുതും. ഹിന്ദിയിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ട്, അതുപോലെ എന്തോ ഇംഗ്ലീഷും കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എന്താ ടിപ്പുവിൻ്റെ കോട്ടയ്ക്ക് ഇങ്ങനെ കയറി പോകണം. കുറേ സ്റ്റെപ്പുണ്ട്, കയറിയാലും കുറേ തീരുവില്ല. ഒരു സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഓവർ വെയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മേലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി വിഷയം എന്തായാലും പറയാം. കമ്പിയൊക്കെ പിടിച്ച് ഇങ്ങനെ കമ്പിയും തൊട്ട് കഴിഞ്ഞ് ചളിയാവും. അപ്പോൾ തന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ഇതൊരു നമ്മളെ മലേഷ്യയിൽ പോയപ്പോൾ എത്ര പടി നമ്മൾ കയറിയത് 265 സ്റ്റെപ്പുകളാണ് കയറിയത്. അതുപോലത്തെ സ്റ്റെപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും ടോപ്പിലാണ് ടിപ്പുവിൻ്റെ കോട്ട ഉള്ളത്. ചെയ്യുന്ന ഇവിടെ എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടൊക്കെ പറയാം. നമ്മൾ പടി കയറിക്കൊണ്ട് നിൽക്കുകയാണ്. പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പടിയാണ്. ഈ ഫോർട്ട് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നമ്മൾ മലേഷ്യയിൽ 650ഓളം പടി കയറിയിട്ടുണ്ട്. അതായത് 250ൻ്റെ മുകളിൽ പടികളാണ് മുകളിലുണ്ടായിരുന്നു. പിന്നെ ടോപ്പ് എത്തി കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് ഇനി എത്തുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കയറിയിട്ടും തീരുന്നില്ല. 2.5 കിലോമീറ്ററോളം സ്റ്റെപ്പാണ് മുകളിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യയിൽ ടെമ്പിൾ അത് കാണാൻ പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര തളർന്നിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു സ്റ്റെപ്പാണ് കാണുന്നത്. തൊണ്ടയിലെ വെള്ളമൊക്കെ എന്തോ ഇതുപോലെ ഫീലിംഗ് ആണ്. പിന്നെ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ ഇത് ആദ്യമായിരിക്കും ഈ ഒരു ഫോർട്ട്. ഇത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേലക്ക് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കും ഇത് വേറെ എവിടെയോ സ്ഥലമാണെന്നില്ലേ. വേറെ ഒന്നുമല്ല, ഒരു ഫോറസ്റ്റിലാണ്, കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ടെമ്പിളിൻ്റെ മേലെ ടെമ്പിളൊന്ന് പോയിട്ട് ടെമ്പിളല്ല, നമ്മുടെ ഫോർട്ട് പോയിട്ടെടുക്കാം. ഞാൻ എന്തായാലും മേലത്തിരി ബാക്കി വിഷയമൊന്നും എത്തിക്കാം. കാലൊക്കെ കടഞ്ഞു. അയ്യോ, ഇത് എത്തണില്ലല്ലോ. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലേക്ക് നിൽക്കുക. മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ കൂടെ പിടിച്ച ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങുക. ആ ഫോർട്ടിൻ്റെ അവിടെ നിന്ന് ഇതായി കാണുന്ന കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറി വന്നു. ഇപ്പോൾ
ഏകദേശം 1 കിലോമീറ്ററാണ് ഇപ്പോൾ നടന്നു വന്നത്. ഇനി 1 കിലോമീറ്റർ കൂടി ഉണ്ട്. ഏകദേശം 2 കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ മുകളിൽ എത്തുക. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനം തന്നെയാണ്. കാരണം വെള്ളമൊന്നും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി ഉള്ളൂ എന്ന് തോന്നുന്നു. കുറേ നേരം കയറാൻ തുടങ്ങിയിട്ട് കാലിനും അതുപോലെ മേലിനൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നു. ബാക്കി വീഡിയോ ഞാൻ താഴെ തിരിച്ച് വന്നിട്ട് മേലിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ടൗണ് ഫുള്ളും മൊത്തത്തിൽ കാണാൻ സാധിക്കും.